സിനിമാ രംഗത്ത് ഇത് റീ റിലീസുകളുടെ കാലമാണ്. അത് മോളിവുഡിലും അങ്ങനെ തന്നെ. മലയാളികൾ ഇതിനോടകം അവരുടെ ഇഷ്ട സിനിമകൾ റീ റിലീസിലൂടെ വീണ്ടും തിയേറ്ററുകളിൽ ആസ്വദിച്ചു കഴിഞ്ഞു. അടുത്തതായി റീ റിലീസിനൊരുങ്ങുന്ന മലയാള ചിത്രത്തിന്റെ ത്രില്ലിലാണ് ആരാധകർ. മലയാളികളെ മുഴുവൻ സമയവും പിടിച്ചിരുത്തിയ മണിച്ചിത്രത്താഴ് വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. റിലീസ് ചെയ്ത് 30 വർഷങ്ങൾ പിന്നിടുമ്പോഴാണ് ഫാസിൽ ചിത്രം മണിച്ചിത്രത്താഴ് വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്താൻ ഒരുങ്ങുന്നത്. ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ചിത്രം 4K മികവിൽ ആസ്വദിക്കാമെന്നതാണ് പ്രത്യേകത. ഓഗസ്റ്റ് 17 മാറ്റിനി നൗവും E4 എന്റർടൈൻമെന്റും ചേർന്നാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നത്. മധുമുട്ടത്തിന്റെ മനഃശാസ്ത്ര പ്രേതകഥയിൽ ഫാസിൽ എന്ന സംവിധായകന്റെ മാന്ത്രിക വിദ്യ പയറ്റിത്തെളിഞ്ഞപ്പോൾ അത് മലയാളം കണ്ട എക്കാലത്തെയും മികച്ച സിനിമാ അനുഭവങ്ങളിലേക്കുള്ള സൃഷ്ടിയായി മാറുകയായിരുന്നു. 1993 മധുമുട്ടത്തിന്റെ തിരക്കഥയിൽ മോഹൻലാൽ, സുരേഷ് ഗോപി, ശോഭന, തിലകൻ, നെടുമുടി വേണു, ഇന്നസെന്റ്, സുധീഷ്, KPSC ലളിത തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രമായിരുന്നു മണിച്ചിത്രത്താഴ്. ഇന്ത്യൻ സിനിമയിലെ തന്നെ മികച്ച സൈക്കോളജിക്കൽ ത്രില്ലറുകളിൽ ഒന്നായി വിലയിരുത്തപ്പെടുന്ന ചിത്രം കൂടിയാണിത്. ഗംഗയായും നാഗവല്ലിയായും അരങ്ങു തകർത്ത ശോഭനയുടെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചതും ചിത്രത്തിന്റെ ശോഭയെ ഉയർത്തിക്കാട്ടുന്നു. 1993 ഏറ്റവും നല്ല ജനപ്രിയ ചിത്രത്തിനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളും മണിച്ചിത്രത്താഴിന്റെ അക്കൗണ്ടിലുണ്ട്. സാമ്പത്തിക വിജയത്തിന് പുറമെ മികച്ച നിരൂപക പ്രശംസയും നേടിയ ചിത്രം ബോളിവുഡിൽ ഉൾപ്പെടെ 4ഓളം ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെടുകയും ചെയ്തു. കന്നഡയിൽ ആപ്തമിത്ര, തമിഴിൽ ചന്ദ്രമുഖി, ഹിന്ദിയിൽ ഭൂൽഭുലയ്യ എന്നീ പേരുകളിലാണ് ചിത്രം പ്രദർശനത്തിന് എത്തിയത്. ചിത്രം ഓഗസ്റ്റ് 17 തിയേറ്ററിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ മമ്മൂട്ടിയുടെ എക്കാലത്തെയും ഹിറ്റ് ചിത്രമായ ഒരു വടക്കൻ വീരഗാഥയും റീ റിലീസിന് ഒരുങ്ങുകയാണ്. 1989 പുറത്തിറങ്ങിയ ചിത്രം 35 വർഷത്തിനു ശേഷം പുതിയ സാങ്കേതിക വിദ്യയോടെ വീണ്ടും പുറത്തിറക്കുകയാണ്. ഹിസ്റ്റോറിക്കൽ ഡ്രാമ വിഭാഗത്തിൽ പെടുന്ന ചിത്രം MT വാസുദേവൻ നായർ തിരക്കഥ എഴുതി ഹരിഹരൻ സംവിധാനം ചെയ്തിരിക്കുന്നു. ചിത്രത്തിൽ മമ്മൂട്ടി, സുരേഷ് ഗോപി, മാധവി, ചിത്ര തുടങ്ങി നീണ്ട താരനിര തന്നെയുണ്ട്. 1989 മികച്ച നടനും തിരക്കഥയ്ക്കുമുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചു. ഗൃഹലക്ഷ്മി ഫിലിംസിന്റെ ബാനറിൽ PV ഗംഗാധരനാണ് ചിത്രം നിർമ്മിച്ചത്. ബോംബെ രവി സംഗീതം നിർവഹിച്ച എല്ലാ ഗാനങ്ങളും സൂപ്പർ ഹിറ്റായിരുന്നു. പുറത്തിറങ്ങുന്ന മറ്റൊരു ചിത്രം 2000 രഞ്ജിത്ത് തിരക്കഥ എഴുതി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി, ശോഭന എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ആക്ഷൻ ചിത്രം വല്യേട്ടനാണ്. 2009 രഞ്ജിത്ത് സംവിധാനം ചെയ്ത പലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥയാണ് അടുത്ത ചിത്രം. ചിത്രത്തിൽ മമ്മൂട്ടിയെ കൂടാതെ ശ്വേതാ മേനോൻ, മൈഥിലി എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചു. മമ്മൂട്ടി വ്യത്യസ്തമായ 3 കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. മികച്ച ചിത്രത്തിനുള്ള അവാർഡും മികച്ച നടനുള്ള അവാർഡും ശ്വേതാ മേനോന് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡും നേടിക്കൊടുത്തു. ഈ ചിത്രം മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങുന്ന അടുത്ത ചിത്രം 1921 IV ശശി സംവിധാനം ചെയ്ത ചിത്രത്തിൽ മമ്മൂട്ടിയെ കൂടാതെ സുരേഷ് ഗോപി, മുകേഷ്, സീമ, ഉർവശി, രോഹിണി, മധു, സോമൻ, പാർവതി തുടങ്ങി വൻ താരനിര തന്നെ ചിത്രത്തിലുണ്ടായിരുന്നു. ഇവ കൂടാതെ ദേവാസുരം, ആറാം തമ്പുരാൻ, കാലാപാനി, കിരീടം, അദ്വൈതം എന്നീ ചിത്രങ്ങളും റീ റിലീസിനായി ഒരുങ്ങുകയാണ്. ഇതിൽ നിങ്ങൾ കാത്തിരിക്കുന്ന ചിത്രം ഏതാണെന്ന് കമന്റ് ചെയ്യുമല്ലോ.